ഈ എല്ലാ നിസ്കാരത്തിലും ചെയ്യേണ്ടതാണ്. ഈ പറഞ്ഞ 2 ദിക്ർ സുബ്ഹിലും ഈ മഗ്രിബിൽ മാത്രമാണ്. ഇത് ചൊല്ലിക്കഴിഞ്ഞിട്ട് പിന്നെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം മുതൽ താഴോട്ട് ചൊല്ലിയാൽ മതി. മറ്റു നിസ്കാരങ്ങളിൽ ഈ നേരത്തെ ഈ പറഞ്ഞ 2 ദിക്ർ വേണ്ട. അത് കഴിഞ്ഞിട്ട് ഇനി പറയാൻ പോകുന്ന ദിക്റുകൾ വേണം. അതെല്ലാത്തിലും വേണം. 5 നിസ്കാരത്തിലും അത് വേണം. അപ്പോൾ അത് എക്സ്ട്രാ ഉള്ളത് ആദ്യം ഒന്ന് പറഞ്ഞെന്ന് മാത്രം. ഇനിയും ഇവിടെ അങ്ങോട്ടുള്ള ദിക്റുകൾ അത് നമ്മൾ കാല് മാറ്റുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മാറ്റി നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഇരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ കാല് അനങ്ങുന്നതിന് മുമ്പ് ഈ 2 ദിക്റുകൾ മാത്രമായിരുന്നു. പിന്നെ നമ്മളിതേ ഇരുത്തിൽ കഴിയുമെങ്കിൽ അതേ ഇരിപ്പിൽ തന്നെ ഇരുന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് 3 പ്രാവശ്യം ചൊല്ലുക. അവിടെ ചില ആളുകൾ അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈഹി എന്നൊക്കെ ചൊല്ലാറുണ്ട്. വേണമെങ്കിൽ ചൊല്ലാം. ഞാൻ അങ്ങനെ സാധാരണ ചൊല്ലാറില്ല. ഞാൻ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് 3 പ്രാവശ്യം ചൊല്ലാറാണ് പതിവ്. ഞാൻ ചൊല്ലുന്ന രൂപം പറയാം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അൽ ഖദീം അൽ കരീം അർ റഹീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദംബിൻ വ ഖതീഅത്തിൻ വ അതൂബു ഇലൈഹി വഅസ്അലു തൗബ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വ ഇലൈക അർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വ അദ്ഖിൽനാ ദാറസ്സലാം തബാറക്ത റബ്ബനാ വ തആലൈത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. ഇത് കഴിഞ്ഞിട്ടും അല്ലാഹുമ്മ അഇനി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. ഇവിടെ വരെ ഞാൻ ചൊല്ലാറുള്ളൂ. ചില ആളുകൾ അല്ലാഹുമ്മ അഇനി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക വ തൗഫീഖ തആതിക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ നീട്ടി പറയാറുണ്ട്. പക്ഷെ നമുക്ക് ഉസ്താദ്മാരിൽ നിന്ന് ഷെയ്ഖുനയിൽ നിന്നൊക്കെ ഇജാസത്ത് കിട്ടിയിട്ടുള്ളത് അല്ലാഹുമ്മ അഇനി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക എന്നിവരെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചൊല്ലിപ്പോരുന്നത്. ഇജാസത്ത് ഒരാൾ തന്നാൽ അതിനനുസരിച്ച് ചൊല്ലലാണല്ലോ മഹത്വമുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചൊല്ലാറുള്ളത്. നിങ്ങളും അതുവരെ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആയത്തുൽ കുർസിയാണ് നമ്മൾ ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി മാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി യഅലമു മാ ബൈന ഐദിഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിയ കുർസിയുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അലീം. ആയത്തുൽ കുർസി ഓതി. ആയത്തുൽ കുർസി ഓതി കഴിഞ്ഞിട്ട് നമ്മൾ ഉസ്താദ്മാർക്ക് അത് ചെയ്യാറുണ്ട്. ഒന്ന് നെഞ്ചിലേക്ക് ഹൃദയത്തിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് ഊതാറുണ്ട്. ഹൃദയത്തിൻ്റെ ഭാഗം അത് ഇടത് ഭാഗത്താണല്ലോ. അപ്പോൾ അവിടേക്ക് ഒന്ന് ഊതും എന്ന് പറഞ്ഞു.